നമസ്കാരം, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. സമയം വൈകിപ്പിക്കുന്നില്ല, ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മിയ, പ്രചോദേട്ടൻ, നസീർക്ക. സ്വാഗതം, സുസ്വാഗതം. നിങ്ങൾ മൂന്നുപേരും അവർക്കൊരു സ്വാഗതം കൊടുത്തോട്ടെ. പാലക്കാട് നിന്ന് വന്നാണ്. നാഗപ്പള്ളിയിലുള്ള ഹരിതകർമ്മസേനയിലെ ചേച്ചിമാര്. എല്ലാവരും റെഡിയാണോ? റെഡിയാണ്. റെഡി. ഫുൾ എനർജിയിലാണോ? ഫുൾ എനർജി. ചിരിക്കാൻ തയ്യാറാണോ? റെഡിയാണ്. ഒരു ചെറിയ ടീം റെഡി ആയിട്ട് നിൽപ്പുണ്ട് പെർഫോം ചെയ്യാൻ. സമയം കളയാതെ അവരെ വിളിക്കേ. അതിലൊരു പേര് കേട്ട മിയക്ക് അറിയാം. നമ്മുടെ അനിരുദ്ധ്, ആര്യ, ആരാധ്യ. ഇത് ഐറ്റം വേറെ. വെളുത്തൊരു പെണ്ണ് കുടിച്ചെന്ന് കല്ല് ആ മൺകുടത്തിൽ മുഖം ചേർത്തു നീ ആദ്യാനുരാഗം നുകർന്നീലയോ കുടിച്ചൊരു നേരം തുണ വിളിച്ചൊരു പെണ്ണേ. എന്തല്ല വെള്ളച്ചാട്ടം അല്ലേ? ശരിയാ, ചേട്ടാ അവിടെ ഷവർമ്മ. അത് തേനീച്ച കൂടി തൂങ്ങി കിടക്കണേണ്. ചെന്ന് കയറിക്കോട്ട് ഷവർമ്മയെന്നും പറഞ്ഞോണ്ട്. എന്തായാലും ടൂറിന് നന്നായി കേട്ടാ, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരും മാത്രം വന്നാ മതിയേനു. ഈ അമ്മനെ കൂട്ടണ്ടേനു. അത് പറഞ്ഞപ്പോഴാണോ ആലോചിച്ചു എന്റെ അമ്മ എവിടെ? അമ്മ അമ്മ അമ്മോയ്. താണ്ട അമ്മേടെ ബാഗ് ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ അതൊന്ന് വേഗം തുറന്നു നോക്ക്. എന്തിനി? വല്ല കത്തങ്ങാനം. തത്തമ്മയൊക്കെ ബാഗിനകത്ത് കയറിയിരിക്കോ? അതല്ല, വല്ല കത്തങ്ങാനം എഴുതിയിട്ട് മുങ്ങി കളഞ്ഞാലോ? അത് ശരിയാണ്. അയ്യോ ഇതിനകത്ത് കത്തൊന്നുമില്ല. അമ്മ അമ്മോയ്. അമ്മ. നിങ്ങൾ അമ്മയെ വിളിക്കുവാണോ ദാടനെ വിളിക്കുവാന്നോ? ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്റെ പൊന്നു വാവച്ചി? ഞാൻ ഇവരെ താഴോട്ടെങ്കിലും ഒന്ന് ചായച്ചു നോക്കട്ടെ. അതെ, അമ്മയൊക്കെ ഉണ്ടായിരുന്നാ? വരുമ്പോ വീട്ടിലുണ്ടായിരുന്നല്ലോ എന്റെ അമ്മ. നിങ്ങളെ അമ്മേടെ കാര്യം ഇവിടെ ആരെങ്കിലും ചോദിച്ചാ? ഞാൻ എന്റെ അമ്മയെ കണ്ടാന്നാണ് ചോദിച്ചത്. അതിപ്പോ ഞാൻ കണ്ടാ എങ്ങനെ അറിയാം? എനിക്ക് അറിയത്തില്ലല്ലോ തന്റെ അമ്മ. ശരിയാണല്ലോ. അവരെ കണ്ടാലേ ആർക്കും മനസ്സിലാവും. അവരെ തലയിലെ മുടിയുണ്ട്. അതിപ്പോ എന്റെ മുടിയൊക്കെ ഇല്ല. അതല്ല, അവരെ തലയിലെ മുടിയെ ഗോപുരം പോലെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാ. ദയവ് ചെയ്ത് നാറ്റിക്കരുത് പ്ലീസ്. അത് നിങ്ങൾ ടൂറിന് വന്നാണോ? ഒറ്റയ്ക്കാണോ ഫാമിലി ആയിട്ടാണോ വന്നേ? ഫാമിലി ആയിട്ടൊക്കെ ആരും ടൂർ വരും. ഒറ്റയ്ക്ക് വന്നാ മതിയായിരുന്നു. എന്തോ അതല്ലെന്ന്, എന്റെ വാവച്ചിയും ഈ വാവു ചേട്ടനും ഒറ്റയ്ക്ക് വന്നാ മടിയായിരുന്നു. നമ്മൾ അമ്മയെ കൂട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലയോ. അത് എന്നെ വാവച്ചി പറഞ്ഞ് ഞാൻ കേട്ടാ മതിയായിരുന്നു. എങ്കിലും അമ്മ എവിടെ പോയി കാണും? അമ്മായി, നിങ്ങൾ ഇങ്ങനെ കിടന്ന് കാറാതെ. അമ്മായി, അമ്മ. ചേട്ടാ എന്താടി? വല്ല ആനയെങ്ങാനും. അയ്യാ, എനിക്ക് എന്റെ അമ്മയെ കാണാനൊക്കത്തില്ല. എന്റെ അമ്മ പബ്ലിസിറ്റി ഇരിക്കട്ടെ. നിങ്ങളുടെ അമ്മയെ വല്ല ആനേനെയും കാണാൻ പോയിട്ടുണ്ടാവൂന്ന്. എന്ത് ഉണ്ടാമോ? ശരിയാണ്. അമ്മയെങ്ങാലും ആനയെ കണ്ടാലുണ്ടല്ലോ അവിടെ തന്നെ അങ്ങ് നിൽക്കും. പിന്നെ വീട്ടിലോട്ട് പോലും വരൂല. അത് പോണ വരെ. ദൈവമേ, ഇവിടെ എവിടെയല്ലേ ഒരു ആനേനെ കണ്ടാ മതിയേനു. നിങ്ങളുടെ അമ്മ അവിടെ തന്നെ നിന്നോളൂല്ലോ. അതിന്റെ ഇടയിൽ കൂടെ അവള് ബാബച്ചി ഇവിടെ നില്ലേ, ഞാൻ പോയി അമ്മയെ നോക്കിട്ട് വരാം. അതെ, എനിക്ക് വിശന്നിട്ട് വയ്യ ചേട്ടാ. തുടങ്ങിയുള്ള സ്ഥിരം നമ്പര്. അതെ ബാബച്ചി, ആ ബാഗിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ എടുത്ത് തിന്നി. ഞാൻ പോയി അമ്മയെ നോക്കിട്ട് വരാം. ഞാൻ ഇവിടെ വിശന്ന് തത്താലും നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയാണല്ലോ വലുത്. അങ്ങനെ പറഞ്ഞാ ബാബച്ചി, നിനക്കിപ്പോ എന്തൊരു വേണം? ഞാൻ ഇത്തിരി എടുത്തരണം, അത്രയല്ലേ ഉള്ളു. ബാബന്നിരി എവിടെ? അതാണ്ട് ഇരിക്കുന്നു. വേണ്ട. തിന്നടി. നീ തിന്നോ ഞാൻ തിന്നോലല്ലേ? അല്ലേ, നമ്മളെ ഭാര്യ നമ്മൾ തിന്നോലല്ലേ? അത് എന്നെ വാവച്ച് തിന്ന് കഴിച്ചാ മതി. എന്നാടി ഒരു വൃത്തിയായിട്ട സൗണ്ട്? എന്തോ ഒരു കുഴമ്പിനെ മണോ. ബാഗിലായിട്ട് അമ്മേരെ കുഴമ്പ് പറഞ്ഞ് വീണാണ്. ഇപ്പൊ ആഹാരമൊക്കെ എടുത്തില്ലേ? വാവച്ച് തിന്നി. വേണ്ട, വാവൂസ് കഴിച്ചാ മതി. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ പാതി വാവച്ചിയും തിന്നും പാതി ഞാനും തിന്നാം. വേണ്ട, ഇതെല്ലാം എന്റെ വാവൂസ് മാത്രം കഴിച്ചാ മതി. വാവച്ച് തിന്നാ മതി. അതൊക്കെ പിന്നെ പോയാണ്. എന്ത്? ഉമ്മയല്ല അമ്മ. അമ്മയാ? അമ്മയപ്പോ വന്ന് ഞാൻ വന്നിട്ട് ഒരു 19 വർഷമായടാ. അമ്മേരെ അതേ പ്രായമുള്ള കോമഡി. അമ്മക്ക് ബിസ്ക്കറ്റ് വേണോ? നല്ല പട്ടിക്കെങ്ങാനും പോയി കോട്ടറാ. ഡാഡി ബിസ്ക്കറ്റ്. അയ്യോ, ഞാൻ അതെ എവിടെയൊക്കെ തപ്പിയെന്നറിയാമോ? അയ്യാ, നീ കൊറേ എന്നെ തപ്പി. ഇവിടെ താരത്ത് പോയിട്ടിട്ടേ നീ എവിടെ എന്നെ തപ്പിയില്ലെന്ന് എനിക്ക് നന്നായി അറിയണല്ലേടാ.
അമ്മ ഉമ്മ. അതെ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. നല്ല സ്ഥലല്ലേ, നമുക്ക് 2-3 ഫോട്ടോ എടുത്തേക്കാന്ന്. ഫിൽറ്റർ ഇട്ടേ. ആ ഇട്ടോ. ഇതെന്തരുത് ഞാൻ മുറുക്കാൻ ചോദിച്ചോണ്ടിരിക്കുന്നു. വേറെ വല്ലോട്. അതെ ഓഫീസിലുള്ള എല്ലാരും ചോദിക്കുക കല്യാണം കഴിച്ച ഒരു കൊല്ലായില്ലേ എന്നിട്ടൊന്നും ആയില്ലേന്ന്. കൊണ്ട് തോറ്റല്ലോ ദൈവമേ. ഇങ്ങനെ ആരെങ്കിലും അങ്ങനെയല്ല ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 2 വർഷം കഴിഞ്ഞ് പിള്ളേര് മതിയെന്നങ്ങ് പറഞ്ഞ. അയ്യടാ കല്യാണം കഴിച്ച ഒരു കൊല്ലായിട്ടേ ഇതുവരെ ആയിട്ടും കെട്ടിയൊരു ജോലി ആയില്ലേന്ന്. എനിക്കൊരു കാര്യം പറയണം. എന്തായി കാണിക്കുന്നേ? കണ്ണു കണ്ടൂടെ അമ്മ എണ്ണ ഇടുന്നു. എണ്ണ ഇട്ടിട്ട് നിങ്ങളുടെ അമ്മ എന്താ ഗുസ്തിക്ക് പോന്നാ? അതല്ലെന്ന് അമ്മ കാലിൽ കുഴമ്പിടുന്നു. അയ്യോ നമ്മള് ടൂർ വന്നേക്കുമല്ലേ, ആൾക്കാർ കണ്ട് എന്ത് വിചാരിക്കും? ഒരു കഴിച്ചല്ലാത്ത ഫാമിലി. വാവച്ചി നീ കൂളാവടി, നീ സദാമാനാവ്. നീയിപ്പൊ എന്തൊരു വേണം? ഞാൻ ഇത്തിരി ക്ലിയർ ചെയ്ത് തന്നാ മതിയാ. അമ്മ എന്താടാ അമ്മ അമ്മ എന്നാ പരിപാടി? മുട്ടിന് ഭയങ്കര വേദനടാ, കുഴമ്പിടുക. ഇങ്ങനെയാണോ കുഴമ്പിടണേ? ഇങ്ങനെയല്ല കുഴമ്പിടേണ്ടത്. മോന് വിടവാ, എന്നിട്ട് അമ്മക്ക് കുഴമ്പിട്ടതാടാ. ഞാനാ ഇടാടാ. അമ്മേരെ കാലിന് ഭയങ്കര വേദന, കുഴമ്പിട്ട് കൊടുക്കട്ട്. ഇട്ട് കൊട്. ആ ഞാൻ ഇപ്പൊ വരാൻ കേട്ടാ. നിങ്ങൾ എപ്പോ വേണമെങ്കിലും വന്നോ, ഞാൻ അങ്ങ് പോവാ. അമ്മോ ബാവച്ചി പാനെ. എന്നെ എങ്ങനെങ്കിലും പറഞ്ഞു വിടാനുള്ള മനസ്സിലിരിപ്പ് തന്നെ. ഇടി ബാവച്ചി, എന്റെ അമ്മ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. കണ്ടാ മുന്നോ ഞാൻ കാലി പിടിച്ചൊന്നുമല്ല, എണ്ണ തന്നെ വീണയാണ്. ഇനി എന്താ നിങ്ങളുടെ പ്ലാന്? നമ്മൾ ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണുന്നു, അവിടെ നിന്ന് ഊട്ടി അല്ലെങ്കിൽ ബാംഗ്ലൂര്. അപ്പൊ കൊടൈക്കനാല് പോണില്ലേ? അയ്യാ കൊടൈക്കനാല് നമ്മള് വരുന്ന വഴിക്ക് കൊറേ കനാലും ഉണ്ടോ? അതാണ് കൊടൈക്കനാല്. കണ്ടോടാ. ഞാനും കണ്ടായിരുന്നമ്മ. എന്ത് കനാല്? ഓ അല്ല, ഇവള് തർക്കുത്തരം പറയാൻ വല്ല ട്യൂഷനും പോകുന്നുണ്ടോ? എന്റെ അറിവിലില്ല. ഇല്ലല്ല ബാവച്ചി, നീ പറയണ്ട. അല്ല അതൊക്കെ പോട്ടെ, നേരത്തെ അവള് പറഞ്ഞത് കേട്ടോ. ഈ പണിക്കൊന്നും പോകാതെ ഇവിടെ കുത്തിരിക്കണോണ്ടാണ് അവൾ എന്റെ തലയിൽ കയറി നിരങ്ങിയത്. അതിന് അതും ഇതുമായിട്ട് എന്ത് ബന്ധം? ഉണ്ട്. എന്നാ ഓക്കെ ബാവച്ചി, നിനക്കൊരു വലിയ വെള്ളച്ചാട്ടം അവിടെ ഉണ്ട്, അങ്ങോട്ട് നീ അവിടെ ചെന്ന് ആ വെള്ളച്ചാട്ടം കാണേ. ഞാനും അമ്മയും കൂടെ അവിടത്തെ വെള്ളച്ചാട്ടം പോയി കാണാം. ഞാൻ ആ വെള്ളത്തിൽ അങ്ങനെ വീണു പോയാലോ? എടി നീ വെള്ളത്തിൽ വീണാലുണ്ടല്ലേ, മീനിന് തീറ്റ ഇട്ട് കൊടുത്തോല എല്ലാ എണ്ണം കൂടെ നിന്നെ രക്ഷിക്കാനായിട്ട് ചാടി അങ്ങ് ഇറങ്ങും. പക്ഷെ എന്റെ അമ്മയെങ്ങാലും വെള്ളത്തിൽ വീണാലുണ്ടല്ലേ, ഞാൻ മാത്രമേ കാണുള്ളൂ. അമ്മ നമുക്ക് പോവാ. പൊക്കോ ഇനി വാവച്ചിന്ന് വിളിക്കാൻ ഞാൻ ഇവിടെ കാണത്തില്ല. അമ്മ കേസത്തിൽ ക്രിട്ടിക്കല, എന്റെ കൂടെ വാ. അതെ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോണില്ല. പിന്നെ എവിടെയൊക്കെ പോന്നേ? നമുക്ക് ഊട്ടി അല്ലെങ്കിൽ ബാംഗ്ലൂർ പോവാ. വാവച്ചി പറ, നമുക്ക് ആദ്യം എവിടെ പോണം? ഊട്ടി. പറ്റില്ല, ബാംഗ്ലൂര് പോയാ മതി. എന്നാ ഓക്കെ ബാംഗ്ലൂർ ഊട്ടിക്ക് പോവാ. ബാംഗ്ലൂര് പോയാ മതിയടി. അയ്യടാ ഊട്ടിക്ക് പോയാ മതി. ഞാനേ 10 മാസം ചുമന്ന് പറ്റിയത് എന്റെ മോനാണെങ്കിൽ എന്റെ കൂടെ ബാംഗ്ലൂര് വരും. പാടാ. ഇത് എന്റെ ഭർത്താവാണെങ്കിൽ എന്റെ കൂടെ ഊട്ടിക്ക് വരും. ഇതെന്റെ മോൻ. ഇതെന്റെ ഭർത്താവ്. പോതള്ള ഒന്ന് പോതള്ള ഇതെന്റെ ഭർത്താവ്. ഞാൻ ജീവനുള്ള ഒരു മനുഷ്യനാണ്. ഈ ചെകുത്താന്റെ കടലിന്റെ നടുക്കായോയാലും എന്റെ ദൈവമേ. ഞങ്ങൾ ആരാടാ ചെകുത്താൻ? പിന്നെ ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയത്. ഞാനാണോ? ഏയ് ബാവച്ചിയല്ല. പിന്നെ ഞാനാണോ? അമ്മ അല്ലേ അല്ല. പിന്നെ ആരാ? ആ ഞാനാ ചെകുത്താൻ. നിങ്ങൾ കേക്കണം ചേച്ചിയായി 25,000 രൂപ 10 രൂപ പലിശക്ക് മേടിച്ച് ഈ അമ്മയ്ക്കും മോൾക്കും ഒരിച്ചിരി സദാമാനവും എൻജോയ്മെന്റും ഒക്കെ ആവട്ടെന്ന് കരുതി ടൂറിന് കൊണ്ടുവന്ന ഞാനാ ചെകുത്താൻ. എന്റെ ബാവച്ചിക്ക് എവിടെ പോണെന്ന് പറഞ്ഞാൽ ഊട്ടി കൊണ്ടുപോവാ. അമ്മയ്ക്ക് എവിടെ പോണം? ബാംഗ്ലൂർ കൊണ്ടുപോകാം. ഞാൻ 2 പേരും കൊണ്ടുപോകാൻ. ബാഗ് എവിടെ? പോവാം. അപ്പൊ നമ്മള് ഊട്ടി അല്ലല്ലോ, ബാംഗ്ലൂരല്ലേ? ഊട്ടിക്കോല്ല ബാംഗ്ലൂർക്കോല്ല, നേരെ വീട്ടിക്ക്. പിന്നെ മനുഷ്യര് സ്വസ്ഥത വേണ്ടേ? നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഭാര്യയുടെ അമ്മയുടെ ഇടയ്ക്ക് കിടന്ന്. പിന്നെ ഇല്ലയോ, ഒന്നെങ്കിൽ അമ്മ അടങ്ങണം ആ. അല്ലെങ്കിൽ ഭാര്യ അടങ്ങണം. ഇവർ രണ്ടെണ്ണം അടങ്ങൂല. ഓ എന്ത് ചെയ്യാനെന്ന് പറയാ, ടൂറും വന്ന് പ്രചോദേട്ടാ എന്തോ പാവം കഷ്ടപ്പെട്ട കണ്ടായിരുന്നോ? പിന്നെ നമ്മളൊക്കെ സ്ഥിരം കഷ്ടപ്പെടുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലേ? അല്ല അത്രയും കൈയടിക്കില്ല. അമ്മായിമാർ എന്നാ കൈയടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ 2 ദിവസത്തെ ഏറ്റവും കൂടുതൽ സ്കിറ്റിന് കൈയടി അവിടുന്നായിരുന്നു. കാര്യം അമ്മായിമ്മ മക്കൾ പോരാട്ടം അല്ലേ, കൊടുത്തും മേടിച്ചും ഒക്കെ ഇരിക്കുക. ചില സമയത്ത് ഭയങ്കരമായിട്ട് കൈയടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൈയടിക്ക് കാരണം നിങ്ങളുടെ 3 പേരുടെയും പെർഫോമൻസ് ആണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അത് പ്രത്യേകിച്ച് അമ്മായിമ്മ വന്നിടം തൊട്ടൊരു പോക്കങ്ങോട്ട് പോയിട്ട് മകളങ്ങോട്ടേ ഉറഞ്ഞു തുള്ളുമായിരുന്നു. അതായത് എങ്ങനെയാണ് പെരുമാറേണ്ടത്. ഇത് മോളോട് ആരെങ്കിലും പറഞ്ഞു ഇത്ര എനർജി കളിക്കണമെന്ന് പറഞ്ഞു? അതായത് ആണോ? ഞാൻ ആണല്ലേ? അത് നിങ്ങൾ കളിച്ചപ്പോൾ ആ ഒരു കോംബോ വർക്കൗട്ട് ആയതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ ഹൈ ലെവലിലേക്ക് പോയി.
പിന്നെ ഈ അമ്മായിമ്മയുടെ രൂപം നല്ല രസമുണ്ട്, ഇതുവരെ കാണാത്തൊരു രൂപം. അതെങ്ങനെ അങ്ങനെ നിൽക്കുന്നു? അതില് വല്ല കമ്പിയുണ്ട്. ഇത് നീ പറഞ്ഞു കൊടുത്തോടാ? അല്ലല്ല ഇതൊക്കെ ഗ്രൂമേഴ്സിന്റെ പരിപാടിയാ. അത് മേക്കപ്പ് അല്ലേ? ഈ ചെയ്തേക്കണ മേക്കപ്പ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ ഗ്രൂമേഴ്സാ. ഒരുപാട് അവനോട് സംസാരിക്കാതിരിക്കുന്ന ഏറ്റവും അല്ല, അത് കഴിഞ്ഞ് ഇവിടെ ജീവായിട്ടുള്ള ഇന്ററാക്ഷൻ ടൈമിംഗ് പരിപാടികൾ എല്ലാം നല്ല രസം. നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ഒരു ഡീസൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ആ എല്ലാ മീറ്ററും കറക്റ്റായിട്ട് ചെയ്തു കേട്ടോ. എനിക്ക് നല്ല സ്കിറ്റുകളൊക്കെ നിങ്ങളൊന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ അമ്മായിയമ്മ മരുമക്കൾ പോരാട്ടം, അതിനകത്തൊരു സന്ദേശമൊക്കെ കൊണ്ട് എത്തിച്ചു. അറിയാതെ പറഞ്ഞു പോയി ചെകുത്താൻ ഞാനാണ്, സ്വയം സമ്മതിച്ച് ചെകുത്താൻ. എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ അവനെ കേട്ടോ. All the best. അല്ല, നല്ല ഒരു കോണ്ടന്റ് നല്ലതാണ്, നല്ല രസമുള്ളൊരു സബ്ജക്റ്റാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രായമായ അമ്മയോ അച്ഛനോ അമ്മാവന്മാരും മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പക്കാരെവിടെയെങ്കിലും പോകുമ്പോൾ അവരെയും കൂടെ കൊണ്ടുപോകണം കേട്ടോ. കൊണ്ടുപോകണം. കാര്യം നമുക്കിനിയും പോകാം. അവരിനി എത്ര കാലം എന്ന് നമുക്കറിയില്ല, നമ്മളാണ് എത്ര കാലം എന്ന് അറിയില്ല, അത് പിന്നത്തെ കാര്യം. പക്ഷെ അവർക്കൊരാഗ്രഹം ഉണ്ടാകും, മക്കളിങ്ങനെ പോകുന്ന കൂട്ടത്തിൽ വരണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് തിരിച്ചും കൊണ്ടുവരണം, കൊണ്ടുപോയി അവിടെ കൊണ്ട് തള്ളരുത്. അപ്പോൾ എന്തായാലും നന്നായിരുന്നു കേട്ടോ, 3 പേരും നല്ല രസമായിരുന്നു. കാര്യം നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു. 3 പേരും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. കുറച്ചുകൂടെയൊക്കെ തമാശ ഉണ്ടായിരുന്ന രസമായിരുന്നു. പക്ഷെ നല്ല ഫാസ്റ്റായിരുന്നു സംഭവം. നല്ല ഫാസ്റ്റായിട്ട് നിങ്ങൾ നല്ലവണ്ണം കൊണ്ടുപോയത് ലാൻഡ് ചെയ്യിപ്പിച്ചു. ഗംഭീരമായിരുന്നു, അടിപൊളി. താങ്ക് യു നസീർക്ക. നിങ്ങൾ 3 പേര് ഇന്ന് ഇവിടെ പെർഫോം ചെയ്തത് എന്നും റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? പിന്നെ ഇതിലെ ക്യൂട്ട്നെസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുഞ്ഞു പിള്ളേര് പ്രായമുള്ള ക്യാരക്ടറും അതേപോലെ ഒരു ഭർത്താവിൻ്റെ കഷ്ടപ്പാടും അങ്ങനെയൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ, ഒരു ഭാര്യയുടെ ഒരു കുശുമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ കൊച്ചു പിള്ളേർ കാണിക്കുന്നതിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും കൂടെ നിങ്ങളുടെ പെർഫോമൻസിലുണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് അനിരുദ്ധിനെ എനിക്ക് മുമ്പേ അറിയാം കേട്ടോ. എനിക്കിതിനകത്ത് ചില കാര്യങ്ങൾ ഇഷ്ടമായത്, കാര്യം പറഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് ഭാര്യനെ നോക്കുമ്പോഴത്തേക്കും വേണ്ട ഒന്നും ഉടനെ അത് ഭാര്യ കണ്ണുരുട്ട പോലും വേണ്ട, അതിന് മുന്നേ തന്നെ വേണ്ട. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അവരിത് എഴുതിയതും അവർ ആ എക്സ്പ്രഷൻ എല്ലാം പറഞ്ഞു കൊടുത്തത്. അതെ അതെ ഏതൊക്കെയോ ഗ്രൂമറെ നമുക്ക് ഇവിടെ കാണാം. അതെ, ഗ്രൂമറിന് തന്നെ ഒരു മിററായിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റേഷൻ ആയിട്ട് കണ്ടാൽ മതി. ഏതോ ഗ്രൂമറിന്റെ അമ്മായിയമ്മയാണ് അത് നമുക്ക് ഇത് പോകുന്നതിന് മുമ്പ് അറിയണം, അല്ലേ? ആരാളുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. എല്ലാവരുടെ ഫാമിലി ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കണം, എന്നിട്ട് എനിക്കൊരു കുഞ്ഞു കാര്യം മാത്രം തോന്നിയത്, നമ്മൾ ചില സ്ഥലങ്ങളിൽ എനിക്കൊരല്പം കടന്നു പോയോന്ന് എനിക്ക് ചില സ്ഥലത്തൊക്കെ എനിക്ക് തോന്നി, കുറച്ച് ഓവർ ഡ്രമാറ്റിക് ആയി ചില സ്ഥലങ്ങളിൽ. അപ്പൊ അത് കുറച്ചും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഒന്ന് ചെയ്യണമായിരുന്നു. മേക്കത് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഭർത്താക്കന്മാർ എന്തോരം ഡ്രാമ കളിച്ചാ ജീവിക്കുന്നത്. മേക്കൊന്നും അതിന്റെ വിഷമം അറിയത്തില്ല. ഇരുന്ന് പറയുന്ന പോലല്ല, ഭയങ്കരമായിട്ട് നമ്മൾ അല്ലേ ജിയ ഓർക്കുന്നു. ആ കാര്യത്തിൽ ഭയങ്കര ഒരു ഇതുള്ള ഇവയ്ക്ക് ഈ ഒരു പ്രശ്നത്തിൽ മാത്രമേ ഉള്ളൂ മാനസികമായ ഒരു പിരിമുറുക്കം. ബാക്കി എല്ലാ കാര്യത്തിലും ജീവ ഫ്രീയാ. ഇതിൽ മാത്രം ജീവ ഒന്ന് നമുക്ക് അങ്ങനെ അത്രയും റിലാക്സ്ഡ് ആവാൻ പറ്റില്ല ആ കാര്യത്തിൽ. മക്കളെ സൂപ്പർ ആയിട്ട് താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി മാർക്സ് വാങ്ങിക്കാം മക്കളെ. ഓക്കെ, ആദ്യം ആരാണ്? മിയ 9,000 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ടാ ഞാൻ ഒരു 8. ഓക്കെ, അപ്പം ടോട്ടൽ എത്രയാടാ എൻ്റെ? ഓ വണ്ടർഫുൾ. ഓക്കെ, നസീർക്ക നമുക്ക് ടോട്ടൽ എമൗണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. നോക്കിക്കോ, ദാണ്ടേ 30,000. നല്ല എമൗണ്ട് കേട്ടോ. പുളി പോകുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഓക്കെ, ഫുൾ എടുത്ത് ചിലവാക്കണ്ട, കുറച്ച് സൂക്ഷിച്ചു വെച്ചോ. ഓക്കെ, അപ്പൊ ടാറ്റ. ബെൻ കല്യാണ വീടായിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇവളെന്തോ നീ കാണിച്ചോണ്ടിരിക്കുന്നത്? അവിടെ എന്തോന്നാടി കിഴങ്ങ് പുടിങ്ങി വെച്ചിരിക്കുന്ന? ചേച്ചി കഴിഞ്ഞതാ ഈ പാത്രത്തിലുള്ളത്. എന്നാ പോയി പണിയെടുക്കണേ. ചേച്ചി പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് വെള്ളം തളച്ചോണ്ടിരിക്കുന്ന, ഇനി പച്ചക്കറികളൊക്കെ അങ്ങോട്ട് ഇട്ടയച്ചാ മതി. എന്റെ പൊന്നു ബിന്ദു, നീ ഒരു കാര്യം ആലോചിക്കണം. നാളെ എന്റെ ഒരേ ഒരു മോടെ കല്യാണ. അച്ഛനില്ലാതെ ഞാൻ വളർത്തിയ കുഞ്ഞ. പോയി കറി ഉണ്ടാക്കണേ. ഞാൻ കറി ഉണ്ടാക്കിയ അച്ഛനെ കിട്ടുമോ? നീ എന്റെ കയ്യും കാലും പിടിച്ചിട്ടാ ഈ സദ്യയുടെ ഓർഡർ എടുത്തത്. നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും, നശിപ്പിക്കരുത്. എന്റെ ചേച്ചി 1000 പേർക്ക് എന്നല്ല 2000 പേർക്കുള്ള സദ്യ വരെ ഈ ബിന്ദു ഉണ്ടാക്കും. ചേച്ചി കണ്ടോ? അത് മതി.
ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തടി? അതായത് ആശാൻ ഈ കലവറയിലേക്ക് വരൂല. ആശാൻ വരത്തില്ലയോ? അയ്യോ, ചേച്ചി എന്തിനാ അതിന് ഞെട്ടുന്നത്? ആശാൻ ഇല്ലെങ്കിൽ എന്താ, ആശാന്റെ ശിഷ്യം വരുമല്ലോ. അതാര്? റെജി അണ്ണൻ. റെജിയോ? ആ, റെജി അണ്ണനെ അങ്ങ് ദുബായി പോയി ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു വരുന്ന ആളാ. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. പിന്നെ റെജി അണ്ണൻ ഒരു കാര്യമുണ്ട്. റെജി അണ്ണൻ ഒരു 3-4 ഫോണായിട്ട് ഒരു വരവ് ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പടപടാന്ന് അങ്ങ് കോർഡിനേറ്റ് ചെയ്യൂലേ. ഈ 3-4 ഫോണും കൊണ്ട് വന്നിട്ടേ ഇവിടുത്തെ പണിയൊക്കെ പിന്നെ ആരെടുക്കാനാ? ചേച്ചിക്ക് ഒന്നും അറിഞ്ഞൂടായിട്ടാ. ഈ റെജി അണ്ണൻ ഈ 3-4 ഫോണും വെച്ചിട്ടാണ് ഇവിടുത്തെ പണി മൊത്തം എടുക്കുന്നത്. ആണല്ലേ? പിന്നല്ല. എനിക്ക് വയ്യ. ചേച്ചിക്ക് മനസ്സിലായില്ലേ? ശരി, തുടങ്ങാം. അല്ല, പാചകം തുടങ്ങാന്ന്. ഇതാണ് ഇവിടുത്തെ കല്യാണ പെണ്ണിന്റെ ഒരേ ഒരു അമ്മ. ഇത് ഞാൻ കറക്റ്റ് ചെയ്യും. അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുമെന്ന്. കല്യാണ പെണ്ണിന്റെ അമ്മയാണോ? കണ്ട കല്യാണ പെണ്ണെന്നേ പറയൂ. എനിക്ക് വയ്യ. വയ്യെങ്കി അവിടെ ഞാനും പോയിക്കടാ. അല്ല, ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു മിനിറ്റ്. എന്തിനാ വിളിച്ചത്? നമ്മുടെ രവിയാശാൻ ചതിച്ചാ. ഇവിടുന്ന് അഡ്വാൻസ് കിട്ടിയ പൈസ കൊണ്ട് അയാൾ ആ ഹെൽപ്പിന് വന്ന രമ്യല്ലേ, അവളെയും കൊണ്ട് മൂന്നാറിലേക്ക് മുങ്ങി. മൂന്നാറിലേക്ക് മുങ്ങിയോ? അന്ന് ആ ബാത്റൂമിന്റെ സൈഡിൽ ഇരുന്ന് രണ്ടും കൂടി മുരിങ്ങയ്ക്ക് അരിഞ്ഞപ്പോഴേ എനിക്കറിയാം ഇത് മൂന്നാറിലേ പോയി പൊങ്ങുന്നു. ചേച്ചി, ചേച്ചി ഇവള് വല്ലതും ചെയ്തായിരുന്നു ചേച്ചി ഇവിടെ? എടാ, അവള് എപ്പോഴേ വന്ന, നീ ഇപ്പഴാണോ വരുന്നേ? അതായത് അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിടത്തില്ലേ ചേച്ചി? അതെന്ത്? അച്ഛൻ പറയണത് അച്ഛന്റെ ജോലി ഫോളോ ചെയ്താൽ മതിയെന്ന്. നിന്റെ അച്ഛൻ എന്തോന്ന് ജോലി? പിയൂൺ തങ്കപ്പൻ. അച്ഛൻ റിട്ടയർഡ് ആയോ? ഇല്ല, ഇപ്പോഴും പുള്ളി തന്നെ എന്റെ അച്ഛൻ. അതല്ല, അച്ഛൻ ജോലിന്ന് റിട്ടയർഡ് ആയോന്ന്. അച്ഛനൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. ആര് വന്ന് സങ്കടം പറഞ്ഞാലും അങ്ങ് അലിയും. ഈ ഇടയ്ക്ക് ഒരു ആക്രിക്കാരൻ വന്ന് എന്തോ സങ്കടം പറഞ്ഞപ്പോ അച്ഛൻ പൈസ കൊടുത്തു, സ്വർണം കൊടുത്തു, സ്ഥലം കൊടുത്തു. എന്നിട്ട് എന്തോ ആയി അവസാനം? ഇപ്പൊ ആക്രിക്കാരനാണ് എറണാകുളത്ത് അറിയപ്പെടുന്ന കോടീശ്വരൻ. അപ്പൊ നിന്റെ അച്ഛനോ? അച്ഛനാണ് ഇപ്പൊ എറണാകുളത്ത് അറിയപ്പെടുന്ന ആക്രിക്കടക്കാരൻ. ഈ കാണുന്ന പൊളപ്പ് മാത്രമേ ഉള്ളൂ, വീടൊന്നും ഇല്ല. ഈ വീടെന്ന് പറഞ്ഞ മേൽക്കൂരൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുക. സത്യം അഴിച്ചേ. പക്ഷെ ഞാനും അച്ഛനും തമ്മിൽ എത്ര വടക്കായാലും രാത്രി കിടന്നുറങ്ങുമ്പോ ഞാൻ, അച്ഛൻ, അമ്മ എല്ലാരും കൈകോർത്ത് വെച്ചാ കിടന്നുറങ്ങുന്നത്. അങ്ങനെ വേണം. നിങ്ങൾ എല്ലാരും നല്ല സ്നേഹത്തിലല്ലയോ? സ്നേഹമല്ല, മേൽക്കൂര ഇല്ലാന്ന് പറഞ്ഞില്ലേ? മഴവെള്ളം വീണ് കഴിഞ്ഞാൽ നാല് വഴിക്ക് ഒലിച്ചു പോകും. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ അച്ഛൻ ഫ്രണ്ട് വാതിൽ വഴി ഒലിച്ചു പോണു, പുറകെ അമ്മയും. പിള്ളേരും നീർക്കാക്കെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി. ഞാനാ പോയി പറഞ്ഞ മക്കളെ അത് നീർക്കാക്കയല്ല, എന്റെ അച്ഛൻ അങ്ങ് തരണേന്ന്. ഇപ്പൊ ഈ വാട്സപ്പിൽ കുറെ ഇമോജി വരത്തില്ലയോ? അത് ആ സമയത്ത് എന്റെ അച്ഛനെ കണ്ട് ഉണ്ടാക്കിയതാണ്ടേ. നമുക്ക് സംഭവമൊക്കെ നോക്കണ്ടേ? കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതെ, നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? ദൈവ സത്യം പറ, ഞാനൊന്നും കഴിച്ചില്ല. അയ്യോ, എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ തുടങ്ങിയാ മതി. ചേച്ചി, എനിക്ക് ഇവിടുത്തെ ജോലിയാണ് മുഖ്യം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിനെ പറ്റി ആലോചിക്കുക തന്നെ ഉള്ളൂ. പക്ഷേ റിജൻ അങ്ങനെയല്ല, എന്തെങ്കിലും ഇട്ട് കൊടുക്ക്. എന്റെ ചേച്ചി എവിടെയും കൊണ്ട് ഒരു ഞാൻ തിരുവനന്തപുരം മ്യൂസിയത്തിൽ പോയി. പുലിക്ക് വെച്ചിരുന്ന ഇറച്ചി ഇവള് തോട്ടയ്ക്ക് വലിച്ചെടുത്തിട്ട് ലാമ്പിന് കത്തിച്ച് അവിടെ വെച്ച് ചുട്ടു നിന്ന്. എവിടെ പറഞ്ഞാട്ടെ എനിക്ക് ആർത്തിയെന്ന്. ചേച്ചിക്ക് അറിയാമോ, എവള് കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് ബസ് കയറി അറിഞ്ഞു കഴിഞ്ഞാൽ ആ പുലിയൊക്കെ എന്തോ കരച്ചില്ല. എന്തിനാ? 3 ദിവസം പട്ടിണിയല്ലേ, ഇറച്ചി മൊത്തം എവളല്ലേ തിന്നുന്നത്? ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നോട് ഈഗോ. ഇടി ഈഗോടെ കൊടുമുടി. ചേച്ചിക്കറിയാമോ, വൈകുന്നേരം എവളുടെ നിഴലിന് എവളെക്കാട്ടി നീളം കൂടിയെന്ന് പറഞ്ഞോണ്ട് വാക്കത്തി എടുത്തോണ്ട് പോയി ആ നിഴലിനിട്ട് വെട്ടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ നോക്കാം പെരിച്ചാഴി കണക്ക് മണ്ണുമായിട്ട് വന്നേക്കണം. അവള് പറഞ്ഞു ഞാൻ ഈഗോ എന്ന്. ഈ റേച്ചേണിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് ഗൾഫിൽ അറബി ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അതെന്തിനാണ് നിന്നെ ഗൾഫിൽ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ചേച്ചി, ഞാൻ ഈ ഹോട്ടൽ മാനേജ്മെന്റിന് ഗൾഫിൽ ചെന്ന് അപ്പൊ അറബി എങ്ങനെങ്കിലും കയ്യിലെടുക്കണമല്ലോ. ഞാൻ നോക്കിയപ്പോ കുറെ ഒട്ടകങ്ങൾ ഇങ്ങനെ നിക്കണ്. കുറച്ച് കൊട്ടൻ ചുക്കായി തൈലം എടുത്ത് കയ്യിലോട്ട് തെച്ചിട്ട് ഈ ഒട്ടകത്തിന്റെ മുഴയില്ലേ, ആ മുഴ തടവി അങ്ങ് നിരപ്പാക്കി അങ്ങ് വിട്ടു. അത് കൊള്ളാം. ഇപ്പൊ ഈ ഒട്ടകങ്ങൾക്ക് മറ്റൊട്ടങ്ങളോട് കൂടെ പോകാൻ അപകർഷബോധം. എന്തിന്? അവർക്ക് മുഴയുണ്ടല്ലോ, ഇവർക്ക് മുഴയില്ലല്ലോ. അങ്ങനെ കുറെ കഥയുണ്ട് ചേച്ചി. നമുക്ക് അവിടെ അങ്ങനെ ഇരുന്ന് കുറെ കഥ പറയാം. ചേച്ചി, ഒന്നും കൂടി മാറുന്നുണ്ടോ? ഈ അണ്ണ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അണ്ണ നമുക്ക് പണി നോക്കണ്ടേ? പണി നോക്കാം. ചേച്ചി കുടുംബക്കാരെടുത്ത് അങ്ങ് പോക്കോ. അച്ഛനില്ലാതെ വളർത്തിയ എന്റെ കൊച്ചിന്റെ കല്യാണം നിങ്ങളെ പ്രതീക്ഷിച്ചാ കേട്ടോ. ചേച്ചി എല്ലാം ഞങ്ങൾ റെഡി ആയിക്കോളൂ. ചേച്ചി അങ്ങ് പോ. കുടുംബക്കാരൊക്കെ വന്നോ എന്തോ? എങ്ങോട്ട് പോണ്? അച്ഛനില്ല എന്ന് പറഞ്ഞ്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം പാചകം. അപ്പൊ പാചകം തുടങ്ങാം. പോയി അരിയടി അങ്ങോട്ട്. അങ്ങോട്ടായി ചാത്തി അവിടെ കൊണ്ടുവച്ചല്ലോ. കഴിഞ്ഞു വെച്ചോല്ലേ? ആ മുരിങ്ങയ്ക്ക് എടുത്ത് അവിയലിയിട്.
മുരിങ്ങയ്ക്ക് അവിയലിടുവോ? പിന്നെ കുട്ടിക്കൂറ പൗഡർ ആണോ അതിന്റെ അകത്ത് മുരിങ്ങയ്ക്ക് ആ, ആയിക്കോട്ടെ. അല്ല, ഈ മുരിങ്ങയ്ക്കും കക്കിനും കൂടെ അവിയലിടാൻ പറ്റുമോ? ഇല്ല, രണ്ടുപേരും അതിർത്തി തർക്കമായിട്ട് പിണങ്ങി നിൽക്കുവായിരുന്നല്ലോ. നീ പിണക്കം മാറ്റിട്ട് കൊണ്ടിട്ടാ മതി. ഓക്കേ, ഓക്കേ. ആ പണഞ്ഞപ്പോ താണ്ട് അത് കൊഴറി അങ്ങോട്ട്. ഇനി അവിയലിന്റെ അകത്ത് കുറച്ച് ഏലക്ക പൊടിച്ചിട്, എന്തോന്ന്? കുരുമുളക് പൊടിച്ചിട്, എന്ത്? കുറച്ച് പഞ്ചാരെങ്കിലും ഇറേ. എന്റെ മനസ്സിൽ സത്യം പറ രചന, നിങ്ങൾക്ക് സദ്യ ഉണ്ടാക്കാൻ അറിയോ? വെള്ളം തിളപ്പിക്കട്ടെ പോയി. രചന, ആ, ചോറ്റാനിക്കൽ അമ്മനെ പിടിച്ച് സത്യം എടുത്ത് നിങ്ങൾക്ക് സദ്യ ഉണ്ടാക്കാൻ അറിയോ? ചോറ്റാനിക്കര അമ്മയാണ് സത്യം. ഒരു വാഴല കീറാതെ പോലും തുടയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലേ. പരമദുഷ്ട. നീ എന്നോട് പറഞ്ഞത് ഏതോ ഹോട്ടൽ മേലെ വെച്ച് പഠിച്ചു വന്നാന്നൊക്കെ? പഠിച്ചെന്നൊക്കെ ഉള്ളത് കറക്റ്റ്. അവിടെ എന്നെ പാത്രം കഴുകാനും മേശ തുടയ്ക്കാനും മാത്രമേ പഠിപ്പിച്ചോളൂ, വേറൊന്നും അറിഞ്ഞൂടാ. നീ എന്തിനാ ഇവിടെ കെട്ടിയാൽ പോകുന്നത്? സത്യം പറയാനല്ല, 3 ദിവസം വീട്ടിൽ പട്ടിണിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് വെച്ച കട്ട് ചെയ്താണ് ഞങ്ങൾ കറി വെച്ചോണ്ടിരുന്നത്. അപ്പോഴാണ് നീ 5000 രൂപ അഡ്വാൻസ് തന്ന. അങ്ങനെ കയറി വന്നതാ. ഞാൻ എങ്ങനെയും 5000 രൂപ കൊണ്ട് തരാം. നിക്കടോ അവിടെ. ദേ, ഇവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച്, ഇവിടുന്ന് പുറത്തിറങ്ങി ജീവിക്കുകയാണെങ്കിലും ഒരുമിച്ച്. യോ, ഈ പൃഥ്വിരാജിന്റെ അടുത്ത് ഞാൻ എന്തോ പറഞ്ഞ് മനസ്സിലാക്കുവോ? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കല്യാണം അങ്ങ് മുടക്കാം. കല്യാണം മുടക്കാനോ? ആ, മുടങ്ങി കഴിഞ്ഞ പിന്നെ 1000 പേർക്ക് സദ്യ കൊടുക്കണ്ടല്ലോ. അതോ കല്യാണ പയ്യനെ വിളിച്ച് ഞാൻ പറയട്ടെ, ഇവിടുത്തെ പെണ്ണിന്റെ അമ്മയും ഞാനും ചെറിയൊരു സെറ്റപ്പ് ആണ്. അതിന്റെ ഉള്ളിൽ കൂടെ. അല്ല, അങ്ങനെ പറയാ. ഇടി, ഞാൻ പറയണം, നിനക്ക് ജീവനാണോ വലുത്, 1000 പേർ സദ്യയാണോ വലുത്? എനിക്ക് എന്റെ ജീവനാ വലുത്. ആണോ? അപ്പൊ നമ്മൾ കല്യാണം മുടക്കുന്നു. ആടി പോടി. ബിന്ദു, ദാണ്ട ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് തരാം അലുവയും കൊണ്ട് വന്നയാണ്. നല്ല അലുവ. ഞാൻ കൊടുത്തോളെ ചേച്ചി, ഇങ്ങനെ വെക്കി. ഒന്നാ കൊടുക്ക്. പാവം ചേച്ചി അലുവയൊക്കെ കൊണ്ടുവന്ന്. എങ്ങനെ ചതിക്കാൻ തോന്നും നമുക്ക് ആ മുഖത്ത് നോക്കിട്ട്. നീ കോഴിക്കോട് ഇറങ്ങിന്ന് അറിഞ്ഞാൽ തന്നെ പയ്യന്മാർ നിനക്ക് അലുവ തരും. നീ പിന്നെ എന്തിനടി ചേച്ചിയുടെ അലുവ കണ്ടപ്പോ ഇതൊക്കെ മറക്കുന്ന കൊതിച്ചി. ഇനിയിപ്പോ എന്താ ചെയ്യും? മുടക്കുന്നു, നമ്മൾ കല്യാണം മുടക്കുന്നു, അത്ര തന്നെ. അത് ചെയ്യാം. ആരായി കറി വെച്ചേ? ആരായി കറി വെച്ചേനാ? നിങ്ങൾ രണ്ടി ആരെങ്കിലും ഒന്ന് തീരുമാനിക്കുക ആരാ വെച്ചെന്നുള്ളത്. ഞാനാ? എന്തുവാ ചേച്ചി? സ്പെഷ്യൽ മുയൽ കറിയൊക്കെ വെച്ചല്ലേ? മുയല് കറിയാ? പിന്നെ കൊച്ചിന്റെ ടെഡി ബിയർ എടുത്ത അതിന്റെ അകത്ത് ഇട്ടല്ലേടി? ചെറിയൊരു അബദ്ധം. തുറക്കല്. എന്തേ? മുയല് കറി, ആമക്കറി, ഞണ്ട് കറി, കുറേ സ്പെഷ്യൽ ഉണ്ട്. നാളെ ചേച്ചി അറിയും നമ്മളെ തനിക്കോണം. അല്ല, ഞങ്ങള് കൈപ്പുണ്യം. പുണ്യം. നിങ്ങളെ കുടുംബ പാരമ്പര്യമായിട്ട് പാചകക്കാരല്ലേ? പിന്നല്ല. എന്തോ പണയും. എന്തേലും പറഞ്ഞ് തള്ളിക്കേറ്റ്. ആ, എന്റെ അപ്പൂപ്പൻ കോവാല്, പുള്ളിക്കൊരു തട്ടുകട ഉണ്ടായിരുന്നു. കോവാലിന്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കടലക്കറിയാ. അയ്യോ, നാട്ടുകാര് കോവാലിന്റെ കടല എന്ന് പറഞ്ഞാൽ ചാകും. ഒരു ദിവസം അപ്പൂപ്പ ഇങ്ങനെ കടലക്കറി ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കുവോ, അപ്പൊ ടപ്പൂ ടപ്പൂന്ന് ഭയങ്കര സൗണ്ട്. അതെന്തൊരു സൗണ്ട്? അത് മനുഷ്യനല്ലേ, ചില പ്രയാസമുള്ള ജോലിക്ക് ചെയ്യുമ്പോ ചിലപ്പോ സൗണ്ടുകളൊക്കെ ഉണ്ടാകും. അതല്ല, മേലെ ടപ്പ് ടപ്പ്. എന്തുവാ? എന്തുവാ? അപ്പൂപ്പന്റെ കടലക്കറിയുടെ മണം അറിഞ്ഞിട്ടേ ഒരു ഹെലികോപ്റ്റർ സായിപ്പ് വന്ന് നിക്കുവാ. താഴോട്ട് നോക്കി വിളിക്കുവാ, ഇടെ കോവാല, നിന്റെ കടലക്കറിക്ക് എന്തൊരു മണോടെ എനിക്ക് തരുവോന്ന്. എന്നിട്ട് കൊടുത്തായിരിക്കുമല്ലേ? അപ്പൂപ്പ കയറി കെട്ടി അങ്ങ് കൊടുത്തില്ലേ. ഇത് ഭയങ്കര കുരുവായടേ. അതെന്തടാ? പിറ്റേ ദിവസം നോക്കിയപ്പോ ഒരു 16 ഹെലികോപ്റ്റർ ആകാശത്ത് വന്ന് നിൽക്കുക. 16 നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹെലികോപ്റ്റർ സായിപ്പ് പോയെന്നു. അവൻ വേൾഡി മൊത്തം പോയി പറഞ്ഞെന്ന് കോവാലന്റെ കടലെ കുറിച്ച്. അങ്ങനെ വന്നു നിന്നല്ലേ. അപ്പൊ അപ്പൂപ്പ നോക്കിയപ്പോ ഇവിടെ ഇറക്കാൻ ഹെലിപ്പാടൊന്നുമില്ല. ഒരു വാക്കത്തി മൺവെട്ടി എടുത്തോണ്ട് പോയി എല്ലാം വൃത്തിയാക്കി അങ്ങനെ ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കി. അതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്. അപ്പൊ നിന്റെ അപ്പൂപ്പന്റെ കടയോ? പിന്നെ അത്രയും വലിയ എയർപോർട്ട് വരുമ്പോ അയാളെ മാട്ട കട വെച്ചോക്കൂല, അതെടുത്ത് അങ്ങ് കളഞ്ഞെന്ന്. എങ്ങനെയുണ്ട് കഥ? നല്ല ബോറായിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും പോണെങ്കിൽ നിന്റെ ഫോൺ എടുക്കുക, ആരെങ്കിലും വിളിക്കാം. എന്റെ അടുത്തല്ല, തന്റെ അടുത്ത് 3-4 ഫോൺ എടുത്ത് വിളി അങ്ങോട്ട്. ഈ 3 ഫോണും റീചാർജ് ഇല്ലാത്തതുകൊണ്ടാ. എങ്ങനെയെങ്കിലും റീചാർജ് എങ്കിലും ചെയ്താ. എനിക്ക് എങ്ങനെ? ഞാൻ റീചാർജ് നടത്തുകയാണോ? ചേച്ചി, ഒരു 300 രൂപയ്ക്ക് ഒന്ന് റീചാർജ് ചെയ്തോ. അതിനെന്താ? താങ്ക് യു. അതെ, എനിക്കൊരു കാര്യം അറിയോ? ചേച്ചി നല്ല സന്തോഷത്തിലാണല്ലോ. എന്ത് പറ്റി? ഞാൻ പാരസെറ്റമോൾ ഗുളിക അങ്ങ് പറ്റിച്ച്. പാരസെറ്റമോൾ ഗുളിക പറ്റിക്കാനോ? ആടി, എനിക്ക് പനിയുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലോ ഞാൻ വെറുതെ ഒരെണ്ണം എടുത്തങ്ങ് കഴിച്ച്. ഇപ്പൊ അതെന്റെ ശരീരത്തിൽ കിടന്ന് എവിടാ പനിയെന്ന് തപ്പിക്കൊണ്ടിരിക്കുക. എനിക്ക് വയ്യ. ഈശ്വര, ഇതിന്റെ മോളെ നാളെ വേഗം കെട്ടിച്ച് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അല്ല, അതിന് കൂടി പകരും. ചേച്ചി, അച്ഛനില്ലാത്ത എന്താ പൊന്നെ, എവര് വാ തുറന്ന ഇതേ ഉള്ളൂ നിങ്ങൾക്ക് പറയാം. ഞാൻ ഫോൺ തരാൻ വേണ്ടി വന്നയാ. ഇതായിരുന്നോ? എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്തേ? 300 രൂപയ്ക്ക്. എന്റെ 1.5 ലക്ഷം രൂപ കാണുന്നില്ലടി. 1.5 ലക്ഷം രൂപയോ? അയ്യോ, ഇതാരാ സുഖിയിൽ 1000 പേർക്ക് 1.5 ലക്ഷം രൂപ ഫുഡ് ഓർഡർ ചെയ്തേ? ഞാനാ ഓർഡർ ചെയ്തേ. എടി, റെജിക്ക് ലക്ഷ്യമാണ് പ്രധാന മാർഗം. ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് എന്ത് നാറിയ പരിപാടി ഞാൻ കാണിക്കും. ചേച്ചി, സത്യം പറയല്ലേ, ഞങ്ങൾക്ക് 2 പേർക്കും പാചകം അറിഞ്ഞൂടാ. അച്ഛനില്ലാത്ത എന്റെ എന്റെ പണ്ടാരം അടക്കം
നിങ്ങൾക്ക് ഒരു അച്ഛനെ ഞാൻ എവിടെന്നെങ്കിലും കൊണ്ടുതരാം. അങ്ങനെ ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ വരാം. ആ. നല്ല ഉഗ്രനൊരു പാചകപ്പുരയായിരുന്നു, നല്ല ഉഗ്രം പാചകക്കാരും അല്ലേ? അച്ഛനില്ലാത്ത നമ്മുടെ കല്യാണം. നസീർക്ക അതെ, പാചകക്കാർ നല്ലതാണ്, പക്ഷെ പാചകം ചെയ്യാൻ അറിയില്ല. സബ്ജക്റ്റ് സ്ക്രിപ്റ്റ് കിട്ടാനായിട്ട് ഇച്ചിരി ക്ഷാമമുണ്ട് അല്ലേ? ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ പാടാണ്. പക്ഷേ നമുക്കിത് ഇവിടെ വേണം അത്. എന്നാലും നിങ്ങൾ എന്താ ഉള്ളത് നിങ്ങൾ വൃത്തിയായിട്ട് അങ്ങ് ചെയ്ത്. പക്ഷെ തമാശകളില്ല, തമാശയുടെ ക്ഷാമമുണ്ട് അതിൽ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സാരമില്ല, അടുത്ത പ്രാവശ്യം നന്നാക്കണം, നന്നായി വരണം. നിങ്ങളൊക്കെ നന്നായി വന്നവരാ. പാരസെറ്റമോൾ നല്ല സാധനം കേട്ടോ. ഇവിടെ ഈ ഇതിൻ്റെ അകത്ത് ലോജിക്കുമായിട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര സിങ്കാണ് ആ സംഭവം. പാരസെറ്റമോൾ ആ സമയത്ത് കഴിച്ചു. അത് എവിടെ നിന്ന് കിട്ടിയത്? ആര് തന്നത്? സത്യം ഇതാ, വേറെ ഏതോണ്ടിനു വേണ്ടി എഴുതി വെച്ചതാ. ആ ഒരു കൗണ്ടർ മാത്രം മിച്ച ബുക്കിൻ്റെ അകത്ത് ഇരിക്കും. അന്ന് അത് എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവിടെ അങ്ങോട്ട് ഇട്ട്. എന്നാൽ അതിനൊരു ക്യൂ ആദ്യം കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് പനിയാണെന്ന് പറയുമ്പോൾ നിമിഷം പറയാം, ചേച്ചി ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ മതി. രണ്ടാമത് വരുമ്പോഴും പാരസെറ്റമോൾ കഴിച്ചിട്ടും അങ്ങോട്ട് ശരിയായില്ല. ശരിയാ, ചിലപ്പോൾ പാരസെറ്റമോൾ പനി അന്വേഷിച്ച് എൻ്റെ ശരീരത്തൂടെ നടക്കുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സിങ്കായി പോയേനെ. ഇതിപ്പോൾ ഒരു കാര്യമില്ലാത്തൊരു പാരസെറ്റമോൾ അവിടെ വന്നു. പോട്ടെ, സാരമില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മിയ. നിങ്ങൾ 3 പേരും നല്ല പെർഫോമേഴ്സ് ആണെന്നുള്ളത് ഈ സ്കിറ്റ് കാണുമ്പോഴേ മനസ്സിലാവും. നിങ്ങൾ 3 പേരും നന്നായി തന്നെ, അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ട് വന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങളിവിടെ നന്നായി തന്നെ പ്രസന്റ് ചെയ്തു. പക്ഷേ കുറച്ചും കൂടെ എന്റർടൈനിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വേണമായിരുന്നു എന്നുള്ളതാണ്. പാരസെറ്റമോളാണ് ഏറ്റവും എന്താ പറയാ ഏച്ചു കെട്ടിയ പോലെ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം. നെടുമ്പാശ്ശേരി എന്നെ മോശമാണോ? അതെ, നെടുമ്പാശ്ശേരി. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ ഏച്ചു കിട്ടിയാൽ മുഴച്ച് ഇരിക്കും എന്ന് പറയുന്ന പോലെ നമുക്കിങ്ങനെ ഇച്ചിരി മുഴച്ചു നിൽക്കുന്നതായിട്ട് തോന്നി. അതായിരുന്നു അതിന്റെ ഒരു പ്രശ്നം. കുറെ കാര്യങ്ങൾ രസിപ്പിച്ചു, എന്നാൽ ചിലത് ഫോഴ്സ്ഫുള്ളി പറയുന്ന പോലെ നമുക്ക് തോന്നി. അതൊക്കെയാണ് തോന്നിയത്. ബാക്കി ഇനി ചേട്ടാ. സുധീഷ്, നിമിഷ, നിത്യ, ഞാനൊരു കാര്യം തുറന്നു പറയണം കേട്ടോ. ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്, നിങ്ങളുടെ 3 പേരുടെയും ഫാനാണ്. അവർ പേടിച്ച് നിൽക്കുക. അല്ല, അത് പറയാൻ കാര്യം ഇപ്പം നമ്മുടെ ഒരു കുടുംബമാണ്. ഇതിനകത്ത് ഈ കുറ്റവും കുറവും ഇപ്പം നസീർക്ക പറഞ്ഞത് നന്നാക്കാൻ വേണ്ടി പറയുന്നു, മിയ പറഞ്ഞത് നന്നാക്കാനാണ്. ഇപ്പം നമ്മൾ പറയുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെ പറയുന്നത്, അല്ലാതെ നമ്മൾ പിണക്കം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്ലക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളത് ചെയ്ത് ശരിയായില്ല അങ്ങനെ കീറിമുറിക്കുകയല്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാനൊരു കാര്യം പറയാം, ക്ലൈമാക്സ് ഞാൻ മനസ്സിൽ ചിന്തിച്ചില്ല. ഉഗ്രൻ ക്ലൈമാക്സ് ആയിരുന്നു. അതിനൊരു നല്ല കൈഡി നിങ്ങൾക്ക് തരണം. ഉഗ്രൻ ക്ലൈമാക്സ് ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ മാർക്സ് നമുക്ക് തീർച്ചയായിട്ടും. ഓക്കെ, ആരാണ് ആദ്യത്തെ മാർക്ക് കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. നസീർക്ക എത്രയാ? 5 മാർക്ക്. 5000 രൂപ ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ മിയ 6. ടോട്ടൽ 11,000 രൂപ ഇട്ടിട്ടുണ്ട്. ഇതേട്ടാ 10,000 രൂപ. ഇത് നമ്മളെ സംബന്ധിച്ചൊരു എമൗണ്ട് അല്ല. അടുത്ത പ്രാവശ്യം നമുക്ക് സിൽവർ അല്ലെ ഗോൾഡ് ഉദ്ദേശിച്ചു വായോ. ഓക്കെ, നല്ലൊരു ഉഗ്രൻ ഐറ്റമായിട്ട്. താങ്ക് യു നിമിഷ. താങ്ക് യു നിത്യ. രാവിലെ ഫോൺ ചെയ്യണത്. ഹലോ, ഈ പുരാവസ്തു? അതെ, പുരാവസ്തു വിൽപ്പനക്കാരൻ പുഷ്കരനാണ്. പറയൂ. അതെ, എന്റെ കയ്യിൽ കുറച്ച് പുരാവസ്തു സാധനങ്ങൾ ഉണ്ടായിരുന്നു, അത് എടുക്കുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. പിന്നെ എടുക്കും, അതിനല്ലേ ഞാനിവിടെ ഈ കടയും തുറന്നു വെച്ചിരിക്കുന്നത്, ഷോപ്പും തുറന്നു വെച്ചിരിക്കുന്നത്. അതെ, നിങ്ങൾ ഇനി എത്ര വർഷം പഴക്കമുള്ള പുരാവസ്തു ഉള്ളത്? ജാമ്പവാന്റെ കാലം മുതലേ ഉള്ള സാധനമാ. ആണോ? ആ. അപ്പൊ പെട്ടെന്ന് കൊണ്ടോ. എന്താ ഈ സംഭവം? എന്താ സംഭവം? കുറച്ച് കമ്പി കഷ്ണം ചുണ്ണാമ്പ് കല്ലോ, അത്രേ ഉള്ളൂ. അയ്യോ, അതിനിപ്പോ ഭയങ്കര മാർക്കറ്റ് അല്ലേ? പെട്ടെന്ന് കൊണ്ടോ. ഇത് എവിടെ നിന്ന് കിട്ടി ഈ സംഭവം? മുല്ലപ്പെരിയാർ ഡാമിന്റെ സൈഡിൽ നിന്ന് കിട്ടിയതാ. വെളിവില്ലാത്തവനെ, ഇത് ആക്രിക്കടയല്ല, വെച്ചിട്ട് പോടാ. ചുണ്ണാമ്പ് കല്ലു ഇതുമായിട്ട് വെളിവില്ലാത്തവൻ ഓരോന്ന് രാവിലെ വിളിച്ച് മനുഷ്യന്റെ സ്വസ്ഥകളാനായിട്ട്. മായന്റെ അച്ചാരാ? മായന്റെ അച്ചാരാ? എന്റെ മോള് മായനെ കെട്ടിച്ചിട്ട് അവക്ക് 2 പിള്ളേരായി. ഇപ്പോഴും എന്റെ പെണ്ണുപിള്ളക്ക് സംശയം മായയുടെ അപ്പൻ ആരാന്ന്. ഇത് വെളിവില്ലാത്തവരെ ഞാനാണ് മായയുടെ അപ്പൻ. നിങ്ങളാണ് മായന്റെ അപ്പൻ, എനിക്കറിയാം. അതല്ല ഞാൻ ചോദിച്ചേ. അപ്പൊ പിന്നെ ബാക്കി 2 പിള്ളേരുടെ അപ്പൻ ആരാടി? അത് പറയാ. എന്നെ കൂടെ കൂടുതൽ പറയിപ്പിക്കാൻ നിൽക്കല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ ഫോൺ വന്നില്ലേ? ആ ഫോൺ വിളിച്ചത് ആരാന്ന്? എടി, അത് ബിസിനസ് അല്ലേ, പലരും വിളിക്കും. എന്തോന്ന് ബിസിനസ്? നിങ്ങളെ ഫോണിലേക്ക് ആരാ വിളിക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കണം. ഞാൻ നിങ്ങളെ ഭാര്യയാണ്. എന്നാ കേട്ടോ, ഈജിപ്തിൽ നിന്ന് ഫറവോൻ ചക്രവർത്തി വിളിച്ചതാ. എന്തിന്? പുള്ളിക്ക് പഴയ ഒരു പിരമിഡ് വേണോ. അതെന്തിന്? പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴിനെ വളർത്താൻ. നീ ആവശ്യമില്ലാത്ത നീ നിന്റെ കാര്യം നോക്കും. മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യം. നിന്റെ
തറവാട്ടത്തെ പൈസ എടുത്തിട്ടാണ് നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയത്. അപ്പൊ ചോദിക്കാൻ അധികാരം എനിക്കുണ്ട്. നിന്റെ തറവാടിൽ നിന്ന് കൊണ്ടുവന്ന വില എന്റെ തറവാടിൽ നിന്ന് കൊണ്ടുവന്നതിനൊന്നും ഒരു വിലയില്ല. ഞാൻ തറവാടിന് കുറെ കൊണ്ടുവന്നിക്കുന്നല്ലോ. നിങ്ങൾ അച്ഛൻ ഉത്സവപ്പറമ്പ് ഇവിടെ കിലുക്കി കുത്തും. ആ കിലുക്കി കുത്തും കുറച്ച് 4 കട്ടകളും ഇതല്ലേ നിങ്ങൾ കൊണ്ടുവന്നത്. അത് ശരി, എന്റെ അച്ഛന്റെ കിളിക്കുത്തിനോട് നിനക്കെന്താ ഒരു പുച്ഛം? പുച്ഛോ? അല്ല, അത് വരും. അത് മേടിക്കാൻ വേണ്ടിട്ട് അമേരിക്കൻ അങ്ങ് സായിപ്പ് വരും. ആ പരിപാടി എന്റെ അച്ഛന്റെ കിളിക്കുത്ത് എനിക്ക് വലുതാ, നിനക്ക് വലുതല്ലെങ്കിൽ. അങ്ങനെ പറയും. ഇത്രയും കാലം നിങ്ങളെ കൂടെ ജീവിച്ച് ഞാനല്ല, നിങ്ങൾ അച്ഛന്റെ കിളിക്ക് കുത്തങ്ങൾക്ക് എനിക്ക് എന്റെ അച്ഛന്റെ കിളിക്കുത്ത് വലുത് തന്നെ. ഇക്കറില്ലാന്ന് നീ എങ്ങനെ പറഞ്ഞു? ഞാൻ അത് രഹസ്യമായിട്ട് എനിക്കറിയില്ലാന്നല്ല മനുഷ്യ, എനിക്കറിയില്ലാന്ന്. അറിയില്ലെന്ന് എന്താ അറിയില്ലെന്ന്? എനിക്കറിയില്ലാന്ന്. അപ്പൊ നിങ്ങൾ ഒരു തരി പോലും സ്നേഹിച്ചിട്ടില്ലല്ലേ? നിങ്ങൾ ഇത്രയും കല്യാണം കഴിഞ്ഞ എത്ര വർഷം ഇപ്പൊ? അത് കുറെ വർഷം. കുറെ വർഷം നിങ്ങൾക്ക് കുറെ വർഷമായിന്ന്. ഇന്നെ പുറത്ത് നിങ്ങൾ കൊണ്ടുവയ്ക്കുന്നു, 4 ആൾക്കാരെ നിങ്ങൾ കാണിച്ചിരിക്കുന്നു. അഥവാ ഞാൻ പുറത്ത് പോയി കാഴ്ച കാണുന്ന പറയുമ്പോ നിങ്ങൾ എന്നോട് എന്താ പറയല്? എന്താ പറയണത്? പാതിര തുറന്ന് തല പുറത്തേക്കിട്ട് നോക്കുന്നു. കാരണമുണ്ട് വ്യക്തമായ. ഞാൻ നിന്റെ സാധാരണ ഒരു സ്ത്രീയെ പോലെയല്ല കാണുന്നത്. നിന്നെ ഞാനൊരു വളരെ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു നക്ഷത്ര ആമയായിട്ടാണ് കാണുന്നത്. അത് മനസ്സിലായില്ലേ? നക്ഷത്ര ആമ കാഴ്ച കാണുന്നത് എങ്ങനെയാ? അതിന് കാഴ്ച കാണുന്ന നോക്കുമ്പോ തോടിനകത്ത് നിന്ന് തല പുറത്തേക്ക് ഇടും, കാഴ്ച കാണും, റിട്ടേൺ അതുപോലെ അകത്തേക്ക് പോകും. ഇനി നിന്നോട് ഇഷ്ടമില്ലെന്നോ സേവയില്ലെന്ന് മാത്രം നീ എന്നോട് പറയുന്നത്. നീ വയ്യാതിരുന്നപ്പം നിനക്ക് സഹായിക്കാൻ ഞാൻ ഇവിടെ ഒരു വേലക്കാരനെ കൊണ്ട് നിർത്തിയില്ലേ? അതിനെപ്പറ്റി കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. തല മുഴുവൻ നിറച്ച് നിങ്ങൾ കറുപ്പും തേച്ച് 3 മാസം ആ പെണ്ണിനെ വയ്യാതെ നടന്നത്. എന്നിട്ട് അവളോട് വിവാഹാഭ്യർത്ഥന. അതിനും കാരണമുണ്ട്. എന്തോ കാരണം? ഈ ആ വേലക്കാരിക്ക് മാസം എത്ര രൂപ വെച്ചാൽ ശമ്പളം കൊടുത്തോണ്ടിരുന്നത്? 10,000. ആണോ? അത് 1 വർഷം ആകുമ്പോ എത്ര രൂപയായി? ഒരു 1.5 ലക്ഷം മേലേക്ക് ആവുമല്ലോ. എടി, അവക്ക് എന്നോട് വേറൊരു റൂട്ടിൽ താല്പര്യമുണ്ടെങ്കിൽ ആ 1.5 ലക്ഷം നമ്മുടെ പെട്ടിക്കകത്തിരിക്കത്തില്ലേ? അയ്യോ, അവിടെ എന്തോ പറഞ്ഞു വീണു. എന്തോ ഒരു ശബ്ദം കേട്ടോ. ശബ്ദം കേട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിങ്ങളൊരു പണിക്കാരോടെ കൊണ്ടുവച്ചില്ലേ 5 പൈസ ശമ്പളം കൊടുക്കാണ്ട്? അവൻ 1 വർഷമായിട്ട് ശമ്പളം മറന്നുപോയി നടക്കുക. നീ വെച്ചോർപ്പിച്ച് അത് ഓർപ്പിക്കല്ലേ? എന്നാ പിന്നെ ഇതൊക്കെ കേട്ടില്ല കണ്ടില്ല നടിച്ചോ. ഞാൻ പോയി, എനിക്ക് അടുക്കള വേറെ പണിയുണ്ട്. പിന്നെ സ്വസ്ഥതയോടായല്ലോ ഇവളെ കൊണ്ട്. ആ, അവിടെ കിടന്ന് കറങ്ങാതെ ഇങ്ങോട്ട് വേണം. എന്താണ് അവിടെ ഒച്ച കേട്ടത്? എന്താ അവിടെ ശബ്ദം കേട്ടത്? വലിയ വിഷയമൊന്നുമില്ല. ഒരു ചട്ടി തറ വീണ് പൊട്ടിയതാണ്. ചട്ടിയാ? ഞാൻ അവിടെ മറ്റേ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചട്ടി തറ വീണ് പൊട്ടി. എവിടെ ഇരുന്ന് ചട്ടി? ആ സൈഡിൽ ഇരുന്നില്ല. അപ്പൊ അറ്റത്ത്. എന്റെ ദൈവമേ, ചോള സാമ്രാജ്യത്തിൽ ചട്ടിയിട്ട് പൊട്ടിച്ചോ? ചോള അവിച്ചു വെച്ചിരുന്നു അതിനകത്ത്. അവിച്ചു വെച്ചതല്ല, ചോള സാമ്രാജ്യത്തിലെ ചട്ടി. പിന്നെ 50,000 രൂപയുടെ ചട്ടി അത് പൊട്ടിച്ചോ? 2 പൂജ്യം കൂടെ ചേർത്തോ? എന്തിനു 50,000 രൂപയുള്ളൂ? 2 ചേർത്തോ? ഇല്ലെന്ന് എന്തിനു ആവശ്യമില്ലാത്ത പൂജ്യം ചേർക്കണം? 50,000 രൂപയുള്ളൂ. ആ ചോളച്ചട്ടിയില്ലേ അന്ന് വീണത് മറ്റേ 100 വർഷം പഴക്കമുള്ള ഒരു കൂജ ഉണ്ടായിരുന്നില്ല, അതിന്റെ മുകളിലാവുന്ന വീണത്. എന്റെ ദൈവമേ, ജഹാംഗീറിന്റെ കൂജം പൊട്ടിച്ചു. ജഹാംഗീറിന്റെ ഈ കീജത്തിന് ഇത്ര പേരെന്ന് ഞാൻ അറിയണം മലയാളി. എന്റെ കൂടെ എന്നെ നശിപ്പിക്കാൻ നീ വേറെ വല്ല പണിക്കും പോടാ. എന്നെ എങ്ങനെയിട്ട് വഴക്ക് പറയണത്തിനാണ് മലയാളി? നീ എന്തെങ്കിലും പണി ഇവിടെ കൃത്യമായിട്ട് ചെയ്യുന്നു? നീ രാവിലെ തൊട്ട് അതിനകത്ത് കയറിയിരിക്കുന്നത് എന്തെങ്കിലും പണി നീ ചെയ്യുന്നുണ്ടോ? മലയാളി അങ്ങനെ നിങ്ങൾ പറയല്ലേ മലയാളി. ഞാൻ ആ റൂമിനകത്ത് കയറിയിട്ട് വിശ്വസുന്ദരിമാരായ ഉർവശി, രംഭ, തിലോത്തമ അതിന്റെയൊക്കെ പ്രതിമകൾ നല്ല സൂപ്പറായിട്ട് 1 വീതം 3 നേരം തുടച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പെണ്ണുങ്ങളുടെ പ്രതിമ എല്ലാം തുടച്ചപ്പോ അവിടെ വിശ്വാമിത്രൻ മാറാലയം പിടിച്ചിരിപ്പുണ്ട്. അതിനൊന്ന് തുടക്കാൻ പറ്റുമോ? അത് ഞാൻ കണ്ടില്ലായിരുന്നു. അത് കാണിയല്ല, നീ ആണുങ്ങളുടെ പ്രതിമ കാണിയല്ല, നീ പെണ്ണുങ്ങളുടെ പ്രതിമയിലാണ് നിന്റെ പരിപാടി മുഴുവൻ. എന്നെ ചുമ്മാ ആവശ്യമില്ലാതെ വഴക്ക് പറയാനും ഉള്ള പണി മൊത്തം തരുകയും ചെയ്യും മലയാളി. കരയാതിരിക്കടാ, കസ്റ്റമർ വരും. കണ്ണീരിനെ കസ്റ്റമർ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞ കസ്റ്റമർ ഉപഭോക്താവ് വരുന്നു. ഉണരു ഉപഭോക്താവ് ഉണരു. എന്റെ കാർഷിക മന്ത്രാലയമേ, ഒരാൾ വന്നിരിക്കുന്നു. ഈ പുരാവസ്തു അയ്യോ, അത് പുരാവസ്തു അല്ല, വെറും പാഴ്വസ്തുവാണ്. അല്ലെ, ഈ പുരാവസ്തു വിൽക്കുന്ന സ്ഥലമാണല്ലോ. ഇതാണ്. അല്ലെ, ഞാൻ ഈ മന്ത്രവാദമൊക്കെ പുതിയ ഒരു സംഭവത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിലേക്ക് അതിന്റെ ട്രെൻഡ് ആണല്ലോ. അപ്പൊ എനിക്ക് അതിന് പറ്റിയ ഒരു സാധനം കൂടോത്രം സെറ്റ് ചെയ്യുന്നൊരു അച്ച് ഇവിടെ ഉണ്ട്. ഇഡ്ഡലിയുടെ അച്ചടത്ത് കൊടുക്കല്ലേ, ചേച്ചി എടുത്തിട്ട് അടിയും കേട്ടോ. ബിസിനസ് പിടിക്കട്ടാണ്. ഞാൻ സത്യം മാത്രമല്ലേ പറയുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കൊരു ഓജോ ബോർഡ് വേണം. ഓജോ ബോർഡ് നിനക്ക് ഏത് ടൈപ്പ് ഓജോ ബോർഡാണ് വേണ്ടത്? അല്ല, അപ്പൊ ഈ ഓജോ ബോർഡ് ഞാൻ ഇന്നവരെ സത്യത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടൊരു പരീക്ഷണം നടത്താൻ പോവാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയോ അറിവോ ഒന്നും ഇല്ല. മലയാളി അങ്ങേക്ക് ഇതിൽ വലിയ ഗ്രാഹിയൊന്നുമില്ല. നമ്മളെ കക്കൂസിന്റെ അവിടെ കഥ വെച്ചിട്ടില്ലേ മറ്റേ ഫ്ലെക്സ് ബോർഡ്, അതെടുത്ത് കൊടുത്ത് നൈസിനെ പറ്റിക്കാം. വേറെ വിഷയം ഉണ്ടാകാനായിട്ട് അതൊന്നുമില്ല. ഇവിടെ ഒരു ഓജോ ബോർഡ് ഉണ്ട്. ഉണ്ടല്ലോ? ഭാഗ്യം. ഇവിടെ ഓജോ ബോർഡൊന്നും ഇല്ല. ഉണ്ടെന്ന് ഇല്ലെന്ന് എനിക്ക് ഇവിടെ മൊത്തം അറിഞ്ഞു കൊടുത്ത എല്ലാം അടിച്ചു തുടച്ച് വെക്കണല്ലേ. എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല ഇവിടെ. ഈ വീട്ടിലെല്ലാ കാര്യം നിനക്കറിയാം.
അറിയാവോ? പിന്നെ അറിഞ്ഞൂടെ? എടാ, എന്റെ ബെഡ്റൂമിൽ കട്ടിലിന്റെ താഴെ ഓജോ ബോർഡുണ്ട്. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലേ? ഞാൻ കട്ടിലൊക്കെ അടിച്ച് നോക്കുമ്പോ അതിനകത്തൊന്നും കാണാനില്ലല്ലോ മുതലാളി. നീ കാണാൻ ഞാനുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം കേട്ടോ. ഒന്ന് എടുത്തോളൂ, ഞാനൊന്ന് കാണട്ടെ, ഒന്ന് എടുത്തോണ്ട് വാ പ്ലീസ്. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എനിക്ക് അറിഞ്ഞൂടാ. ഹലോ രാജേഷേ, ഓജോ ബോർഡ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഞാനൊന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. ആളില്ലേ? ഒന്ന് രണ്ടുപേരുണ്ട്, നിങ്ങൾ കണ്ടൂടെ? ആ ശരിയാണല്ലോ. ഞാൻ വന്നത് വിദ്യാസമ്പന്നരായ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അവിടെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു. ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ചീട്ടുകളി പരിപാടികൾ. അപ്പൊ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ അവിടെ ഒരു വലിയ ബിൽഡിംഗ് തീർത്തായിരുന്നു. അപ്പൊ ഇതിനൊരു ബോർഡ് വെക്കണം നമുക്ക്. ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ബോർഡാണ്. മനസ്സിലാവില്ല എങ്ങനത്തെ സംഭവം. പഴയ സാധനങ്ങളൊക്കെ കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ കിലുക്കിക്കുത്തിന്റെ ബോർഡുണ്ട്. കിലുക്കിക്കുത്ത്? അയ്യോ, കിലുക്കിക്കുത്തിന്റെ സാധനം ഇവിടെ ഇരിപ്പില്ല ഏട്ടാ. ഉണ്ടായിരുന്നു, 3-4 പോയി. കിട്ട ഒരു വഴിയില്ല. അപ്പൊ ഇനി എപ്പോ വരും? ഇനി അടുത്ത ലോഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഓ അത് ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇവിടുത്തെ നമ്പർ എന്റെ ഉണ്ട്. അപ്പൊ ഞാൻ വിളിക്കാം. വിളിച്ചാൽ മതി. എടുത്തു വെച്ചേക്കണേ. തീർച്ചയായിട്ടും ഞാൻ എടുത്തു വെച്ചേക്കണേ. ഓക്കെ നിങ്ങൾക്ക് തരൂ. ഓക്കെ എന്നാ ഓജോ ബോർഡ് ഓജോ ബോർഡ് റെഡി. പിന്നെ അവിടെ സാധനം ഉണ്ട്. ഇവന് ഇതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യം. സാധനം ഉണ്ടായിരുന്ന പിന്നെ ഇത് തന്നെ ഞാൻ പറഞ്ഞ പോയാ മതി. മറ്റേ കിളിക്കുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. കിളിക്കുത്തിന്റെ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. പോ. അത് ഓജോ ബോർഡാണത്. അല്ലെന്ന് കിളിക്കുത്താണെന്ന്. അല്ല അതെ, ഒരു മിനിറ്റ്. അത് ഓജോ ബോർഡാണത്. എനിക്കേ ഇതില് എങ്ങനെയാണ് ഈ നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലണം? എങ്ങനെയാണ് മന്ത്രം? ഭയങ്കര ഈസിയാണ്. ഞാൻ കാണിച്ചുതരാം. ഇതൊന്നും ഇങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് 10 എടുത്താ 20, 20 എടുത്താ 40, 40 എടുത്താ 50. ആർക്കും എടുക്കാം, എപ്പോഴും എടുക്കാം. കിളിക്കുത്ത്. ഇത് ഞാൻ പരിചയമുള്ള കളിയാണല്ലോ. അപ്പൊ ഒരു മണി സ്പീഡിൽ 50 ഒരാ കമ്പനിക്ക് അടിച്ചു. ആർക്കും എടുക്കാം, എപ്പോഴും എടുക്കാം. എടുക്കാം. ടൈമല്ല 40 പൈസ. നീ ഇവിടെ കിലുക്കിക്കുത്തുണ്ടാക്കാൻ വന്നാണോ? ആണോ? ഇത് ഓജോ ബോർഡാണ്. അല്ല മുതലാളി, കിലുക്കിക്കുത്താണ്. നിങ്ങൾ അച്ഛൻ എപ്പോഴും കൊണ്ടുപോയി കളിക്കണം. ഞാൻ കണ്ടോണ്ടിരിക്കുന്നില്ല. ഓജോ ബോർഡ് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓജോ ബോർഡാണ്. അത് ഇവന് മനസ്സിലാകാത്തത്. ഉറപ്പാണ് ഓജോ ബോർഡ്? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിനെ ഒന്ന് വിളിച്ചു വരുത്തി എനിക്ക് കാണിച്ചു തരാമോ? ആത്മാവിനെ വിളിച്ചു വരുത്തിയാൽ ആത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റും. പിന്നെ സൂപ്പറായിട്ട് പറ്റും. അല്ല പറ്റും. വേറെ വിഷയമുണ്ട്. ഇതിപ്പോ എന്റെ ഓജോ ബോർഡാണല്ലോ. അപ്പൊ ഇതിൽ വന്ന ആത്മാവ് ആദ്യം എന്റെ ദേഹത്ത് കയറും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഓജോ ബോർഡ്. നിങ്ങളാണ് മേടിക്കുന്നെങ്കിൽ നിങ്ങളല്ലേ ഓണർ. അപ്പൊ നിങ്ങളുടെ ദേഹത്ത് കയറും. ഇപ്പൊ ഓണർ ഞാൻ ആയതുകൊണ്ട് ഇപ്പൊ ആത്മാവിനെ വിളിച്ചു വരുത്തിയാൽ ആത്മാവ് എന്റെ ദേഹത്ത് കയറും. അല്ല എനിക്കത് ആത്മാവ് വന്നൊന്ന് കാണാൻ വേണ്ടി ഞാൻ വിളിച്ചു വരുത്താം. എനിക്കറിയാം മുതലാളി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വരുത്താൻ എനിക്കറിയാന്ന്. എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടിക്ക് ചാടിക്കുന്നത്? അല്ല അയാൾക്ക് അറിയാന്ന് പറഞ്ഞാൽ അയാളൊന്ന് കാണിക്കട്ടെ. അവൻ ചുമ്മാ കൈ നിട്ടടിക്കുന്നു. ഇല്ല മുതലാളി, ഞാൻ വിളിക്കാം. എന്റെ അളിയനെ ഒന്ന് വിളിച്ചു വരുത്തണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അളിയൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണോ? ഒന്ന് വിളിച്ചോ. മുതലാളി എന്നെ അനുഗ്രഹിക്കണം. നിങ്ങളും അനുഗ്രഹിക്കണം. തുടങ്ങാം. പൈസ ഇല്ല, ഇങ്ങനെ വെച്ചാൽ വന്ന് ഇതാണ് എന്റെ അളിയൻ. ഇവന്റെ അളിയൻ. എന്റെ അളിയൻ വല്ല തെളിവുണ്ടാ? തെളിവിന് ആത്മാവിന് ആധാർ കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് തന്നോ? നിന്റെ പെങ്ങൾ ശ്യാമളയുടെ ഭർത്താവ് സുഗുണൻ. ഓഹോ, എന്റെ ഒരേ ഒരാളിയ സുഗുണൻ. എന്റെ പെങ്ങളെയും അവളെ മക്കളെയും നിങ്ങൾ ഒരുപാട് ഇട്ട് ദ്രോഹിച്ചല്ലേ. എന്റെ ഒരു മിനിറ്റ് നിങ്ങൾ എന്തിനാ അടിച്ചത്? ഞാൻ ആത്മാവിനെ ഇതുവരെ തല്ലിയിട്ടില്ല, അതുകൊണ്ട്. നല്ല കാര്യം തന്നെ. അല്ല അതെ, എനിക്ക് വേറൊരു സംശയമുണ്ട് കേട്ടോ. ഈ ബോർഡിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. അങ്ങനെ വരാൻ വഴിയില്ല. അല്ല കാരണം എന്താണെന്നറിയോ? ഈ ആത്മാവിനെ വിളിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് വരാൻ ഭയങ്കര താമസം. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ വരാൻ വഴിയില്ല. ഇത് പൊതിഞ്ഞെടുത്തോണ്ട് പോക്കോ. കുഴപ്പമില്ല. എന്തോ കംപ്ലൈന്റ്. നിങ്ങളൊരു പണി അതെ അതൊന്ന് റിപ്പയർ ചെയ്യും. കംപ്ലൈന്റ് ഇല്ലായിരുന്നു. നല്ല കംപ്ലൈന്റ് ശരിയാക്കി. ഞാൻ വേറെ 1-2 സ്ഥലത്തും കൂടി നോക്കട്ടെ. കുഴപ്പമില്ലെന്ന് ഞാൻ നോക്കട്ടെ. വേറെ കിട്ടുമോ നോക്കട്ടെ. അല്ലെങ്കിൽ ഇവിടെ തന്നെ മേടിക്കാം. അത് കംപ്ലൈന്റ് ശരിയാക്ക്. കംപ്ലൈന്റ് ഉള്ള സാധനം നമ്മളതല്ലേ കെട്ടിവെക്കാൻ വേണ്ടി. കച്ചവടം നടന്നു. അങ്ങനെ പോയി. അങ്ങനെ പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലായിരുന്നു. ആത്മാവ് വരാൻ താമസവും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നതാണ് അങ്ങനെ പറഞ്ഞത്. ആത്മാവ് പോയതാണോ? നിന്റെ മന്ദം കൈ വെച്ച് അടിച്ചിട്ട് എന്റെ ബോധം പോയതല്ലേ? പിന്നെ നിങ്ങൾ എന്റെ അളിയൻ എന്ന് പറഞ്ഞാൽ അളിയൻ ഇതേ ഈ സാധനം ഇവിടെ നിന്നിട്ട് കുഴപ്പമുണ്ടോ? ഇതെടുത്ത് കത്തിച്ചു കളഞ്ഞേക്കാം. മലയാളി അടുത്ത് കളയല്ലേ. എനിക്ക് 3-4 ആത്മാവിനൂടെ പ്രതികാരം ചെയ്യാവുള്ളൂ. ഒരു പരിപാടി വേണ്ട. സാരേ, മനുഷ്യ നീ രാവിലെ അതാണ് കത്തിക്കണമെന്ന് പറഞ്ഞില്ലേ? സാധനം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിച്ച് കളയടി. മലയാളി അപ്പോ ഇത് ഐറ്റമേറയുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കണു. ഒരുപാട് ചിരിച്ചെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. ഒത്തിരി ചിരിച്ചു. മതി, അത് കേട്ടാ മതി അല്ലേ പ്രജോദേട്ടാ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ചിരിക്കുകയും സന്തോഷിക്കുകയും ഹാപ്പി ആയത് നമ്മുടെ ആയിരിക്കുന്നവരാണ്. അതെ, ഒരു വലിയ കയ്യടി നമ്മൾ അവർക്ക് കൊടുക്കണം. പാലക്കാട് നിന്നുള്ള
ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരാണ്. ഒത്തിരി 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 സന്തോഷം. അപ്പോൾ എല്ലാവരോടുമായിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ഗുഡ് നൈറ്റ് പറയാണ്. നന്നായിട്ട് കിടന്നുറങ്ങി ഉഷാറായിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ എപ്പിസോഡിൽ ഇതേപോലെ ചിരിക്കാൻ വരിക, ചിരിപ്പിക്കാൻ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.